എന്തെത്ര ചിരിക്കാൻ? മതി മതി, വേണ്ട വേണ്ട വേണ്ട, അടങ്ങിയിരുന്നാ മതി. ഇതാണ് രുദ്രവീണ. ഉണ്ണി കൊണ്ടുവന്നതാ. ഇതില് സ്വരസ്ഥാനം കാണിക്കുന്നത് വിരല് കൊണ്ടൊന്നുമല്ല, ഈ കട്ട വെച്ചിട്ടാ. ഇത് ഉണ്ണിയുടെ അമ്മൂമ്മയുടെ കാലത്തേ ഉള്ളതാ. നമുക്കിതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി പ്രതിഷ്ഠിക്കണം. ഇന്ന് നിങ്ങളുടെ കോച്ച് വന്നില്ലേ ഉണ്ണികൃഷ്ണൻ? ഇല്ല, വന്നിട്ട് 2 ദിവസമായില്ലോ. He is nauseated by his mother's rapid remarriage. There is also a miasma of suspicion. Miasma of suspicion and rottenness pervading the Danish court. എന്താണെന്ന് എഴുതാത്തത്? സോറി സർ. എന്ത് പറ്റി? കുട്ടി ഹാഫ് മൂഡിലാണെന്ന് തോന്നുന്നു. ശരി, ബാക്കി നാളെ വെക്കോളൂ. ചേച്ചി, ഉണ്ണിയായിരുന്നു വിളിച്ചത്? അതെ, ഉണ്ണി കൊണ്ടുവന്ന് ആ വീണയുടെ സ്ട്രിങ്സ് മാറ്റാനുണ്ടെന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്തേ? ഏയ്, ഒന്നുമില്ല. വരുന്നു വരുന്നു. യെസ്, കമ്മിങ്. ആഹാ, ആശ. വരൂ, ഇരിക്കെ. ഉണ്ണി എവിടെയായിരുന്നു 2-3 ദിവസമായിട്ട്? ആദ്യം ജോലിയൊക്കെ ഒന്ന് മാറ്റി വെച്ചേ. ചോദിച്ചാൽ സമാനം പറയൂ, എവിടെയായിരുന്നു എന്ന്. ഞാൻ പോകുന്ന സ്ഥലമൊക്കെ നിന്റെ അടുത്ത് പറയണോ? മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അന്ന് തിരക്കൂട്ടി പോയ ആൾക്ക് ആ ചേച്ചിയുടെ വീട്ടിൽ വരാൻ സമയം ഉണ്ടായിരുന്നല്ലോ. എന്നെ കണ്ടപ്പോൾ എന്തിനാ വിളിച്ചോടിയത്? നീ എന്തൊക്കെയായി പറയുന്നത്? ഏതൊന്ന് പതുക്കെ പറഞ്ഞേ, അപ്പുറത്തെ മുറിയിലൊക്കെ ആൾക്കാരുണ്ട്. അതിന് എനിക്കെന്താ? ഈ 3 ദിവസത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും എനിക്ക് ഫോൺ ചെയ്തില്ല. ആ ചേച്ചിയെ വിളിച്ച് സംസാരിച്ചു. സംസാരിച്ചു. അതെ, എനിക്ക് ആ ചേച്ചിയുടെ ശബ്ദം കേൾക്കാൻ ഇഷ്ടാ. അല്ലാതെ നിന്നെ പോലെ ഒന്ന് മുരടിച്ചല്ല. വേണേ കേട്ടു നോക്ക്. ചേച്ചിക്ക് ഫോൺ ചെയ്യാൻ സമയമുണ്ടല്ലേ?
ആശയ്ക്ക് എന്താ അസുഖം? എന്താച്ചാലും കുറച്ച് നേരത്തെ പറയായിരുന്നില്ലേ? ഡോക്ടറെ വിളിക്കായിരുന്നു. എനിക്കൊരു അസുഖമില്ല. എങ്കി വല്ലതും ഒന്ന് കഴിക്കൂ. എനിക്ക് വേണ്ട. വിശപ്പില്ലെങ്കിൽ ഹോർലിക്സോ അല്ലെങ്കിൽ അപ്പുണ്ണിനായര് പൊടിയേറിട്ട് ഇത്തിരി കഞ്ഞി ഉണ്ടാക്കി കൊടുക്കും അവൾക്ക്. അത്താഴ ഭക്ഷണം കിടത്തണ്ട. പനിയുണ്ടെങ്കിൽ കുരുമുളക് കാപ്പിയാ നല്ലത്. ഏതാ വേണ്ടേ? കഞ്ഞിയോ? എനിക്കൊന്നും വേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളോട്? ഇവിടെ അല്പം സ്വസ്ഥമായി കിടക്കാൻ സമ്മതിച്ചാൽ മതി. അത് കറക്റ്റാ. എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ. എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. പ്രയാസമുള്ളതല്ലേ? നമുക്ക് ആശയെ വിളിക്കാം. വേണ്ട ചേച്ചി, അവക്ക് യാതൊരു മ്യൂസിക് സെൻസും ഇല്ല. മാത്രമല്ല അവളൊന്ന ശല്യാവും. ഞാൻ ഒത്തിരി പറഞ്ഞു നോക്കി, യാതൊന്നും തലേ കയറത്തില്ല ചേച്ചി. യൂസ്ലെസ്. ഒരു കാശിന് പറഞ്ഞില്ല. ചേച്ചി വായിച്ചു നോക്കി. കൈ അവിടെ, ഈ കൈ ഇവിടെ, കൈ ഇവിടെ. ഞാനില്ലേ? വരൂ, വരണം. ആശ എന്തിനാ വന്നത്? ഇദ്ദേഹത്തെ പോലെ ബഹളം വയ്ക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞേക്കാം. അപ്പുറത്തെ മുറിയിലൊക്കെ ആൾക്കാരുണ്ട്. എനിക്കൊരു കാര്യം അറിയണം. ഉണ്ണിക്ക് ആ സ്ത്രീയുമായി എന്താ ബന്ധം? ഏ സ്ത്രീ? അറിയില്ലേ? 4 മക്കളുള്ള ആ പ്രൊഫസറുടെ ഭാര്യയെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ആ സ്ത്രീയുമായി വീണ വായിക്കാനും ശൃംഗരിക്കാനും. ആശ, നീ ആരെയും സംശയിക്കുന്നത്? നോക്ക്, എന്നെ എന്ത് വെള്ളം പറഞ്ഞോ, പക്ഷെ ആ ചേച്ചിയെ പറ്റി വല്ലതും പറഞ്ഞോണ്ടല്ലോ. സഹിക്കില്ല അല്ലേ? ഇല്ല, സഹിക്കില്ല. ഞാൻ അവരെ ഏത് നിലയ്ക്കാ കാണുന്നത് നിനക്കറിയില്ല. അത് മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി നിനക്കില്ല. എനിക്കറിയേണ്ടത് ഉണ്ണി ആ വീട്ടിൽ എന്തിനു പോകുന്നെന്നാ. എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടാ. ഇഷ്ടം ആരോടാ? ആ സ്ത്രീയോടോ എന്നോടോ? അത് ചോദിക്കാൻ നീ ആരാ? എന്റെ ഭാര്യയോ അമ്മയോ ചേച്ചിയോ? പക്ഷെ നിനക്ക് ഇത്ര ചീപ്പായി സംസാരിക്കാൻ കഴിയുന്നല്ലോ. ചീപ്പായി പ്രവർത്തിക്കാം. ആരും ഇല്ലാത്ത സമയം നോക്കി ആ സ്ത്രീയോടൊപ്പം. ഇനി ഒരു ഒറ്റ അക്ഷരം സംസാരിച്ചോണ്ടല്ലോ. എനിക്കൊന്നും അറിയണം. ഒന്നിക്കിൽ ആ സ്ത്രീ, ഇല്ലെങ്കിൽ ഞാൻ. ഒന്നിറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? ഇറങ്ങി പോണോ അല്ലേ? അപ്പൊ പിന്നെ എന്നെ ഒഴിവാക്കണം. എങ്കിൽ എന്തിനീ മോതിരം എന്റെ കയ്യിലിട്ടു? ഈ മോതിരം കാണിച്ചാണോ എന്നെ ഭരിക്കാൻ വരുന്നത്? നീ എന്നെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത്? നിന്റെ താളത്തിന് തുള്ളുന്ന പാവയാണ് ഞാൻ. ഓൺ ഗേറ്റ് ബാക്ക്. മേല ഇത്തരം വൃത്തിയുടെ സംശയങ്ങളായി എന്റെ സ്വൈര്യം കെടുത്താൻ വരുന്നത്. ഞാൻ സ്വൈര്യം കെടുത്താൻ വരില്ല. ഇതാ, അഴിച്ചെടുത്തോളൂ. എന്താ സംശയിക്കുന്നത്? എടുത്തോളൂ. കമോൺ, ടേക്ക് ഇറ്റ് ബാക്ക്. ഇപ്പൊ വേറെ ആളുണ്ടല്ലോ, പുതിയ കാമുകി. കൊണ്ടുപോയി കൊടുത്തോളൂ.
Sir, can I have a lift? Thank you.